നമ്മുടെ സനമോൾക്ക് ഇപ്പതാ ഇങ്ങനെ ആഹാരം കൊടുത്താലേ അവള് കഴിക്കൂ. ഇതെന്തേ ഈ തുണി ഇവിടെ ഇരിക്കണത്? ഈ തുണി അത് കണ്ണുവിടാതിരിക്കാനാണോ? അതൊന്ന് മാറ്റിയേക്കാവോന്ന്. എവിടെ അതൊന്ന് നോക്കാവോന്നേ. ആണോ മോളെ? ചക്കരക്കുട്ടി ഇപ്പൊ രാവിലെ വാപ്പായി ആയിട്ട് അവൾക്ക് ബൈക്കിൽ കറങ്ങണം. അതും കൂടി എന്റെ കറിവേപ്പില ഞാനൊന്ന് ഈ മഴ കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് അങ്ങനെ വന്നിട്ടില്ലേ. കണ്ട നമ്മളെ നല്ലതിന് ആവശ്യമില്ലാത്ത അല്ലേ ചെടികള് വന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് നോക്കിയാൽ കട്ട് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ അത് അവിടെ ഇരുന്ന് വാടിക്കോളൂ. ഞാൻ എത്ര ആഗ്രഹിച്ച് നട്ട കറിവേപ്പിലായിരുന്നു എന്നറിയാമോ. പിന്നെ ഇതിപ്പോ ഞാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ പോണു. ഇപ്പൊ കിളിച്ചു വന്നതാണ് കേട്ടാ. ഇതേ പിച്ചിയിലും ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ എത്ര എടുത്ത് കളഞ്ഞാണെന്നറിയാവോ. അതിന്റെ വേര് അപ്പുറത്താണ്. അപ്പുറത്ത് പോയിട്ട് കണ്ടോ എല്ലാത്തിലും. അതേസമയം നമ്മള് ആവശ്യമാണെന്ന് തോന്നുന്ന ചെടികള് നട്ടു കഴിഞ്ഞാലേ അതിനെ ഒന്ന് പച്ച പിടിപ്പിച്ച് എടുക്കാൻ എന്തോ ഒരു പ്രയാസമാണ് അല്ലേ ഇത്. പാപ്പ ഹെൽമെറ്റ് വെക്കാൻ അവളുടെ കൂടെ പോവാൻ. എവിടെ ആഹാരം കഴിച്ചിട്ടേ പോവൂ. അമ്മ അമ്മ ഇറക്കിയിട്ട് ചവച്ചരച്ച് കഴിക്കണം കേട്ടാ. വിഴുങ്ങരുത്, വിഴുങ്ങണ്ട, ചവച്ചരച്ച് കഴിക്കണം. ഓക്കെ. ആ ഗുഡ് ഗേൾ ആണ് സനമോൾ, ഗുഡ് ഗേൾ ആണ്. ആ കണ്ട. അപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ കഴിക്കാനും പറ്റുമല്ലേടാ ചക്കരെ. ഇപ്പൊ കേറരുത്. എന്തോന്നാണ് ഇന്നത്തെ മീന്? ഇന്നത്തെ മീന് സൂപ്പർ മീനാണ്. മീനുണ്ട്. ചേച്ചി വന്നപ്പോഴേ പൂച്ച അവിടെ ഉള്ളി തുടങ്ങിയല്ല. ആ വീട്ടിലുള്ള പൂച്ച വെള്ളാവില്ല. മൂന്നെണ്ണം 500. അല്ലേ ചേച്ചി കണ്ട് തിന്നാനെന്ന് വെച്ചാൽ കണ്ട് മീന് മേടിക്കും. അവര് ആൾക്കാരുണ്ടോ ഇല്ലയോ അത് ചേച്ചിയുടെ തെറ്റായ ധാരണയാണ്. ചേച്ചി ഇപ്പം വീട്ടിൽ ഇരിക്കേണ്ട സമയമാണ്. അവര് നമുക്ക് തരും, ഒരു വില ഇത് നമുക്ക് തരും. അവരവരുടെ കാര്യമാണ് നടക്കുന്നത്. ഞങ്ങളുടെ കത്തിൽ എന്ത് മൂർച്ചയില്ല. നിങ്ങളുടെ മീൻ എങ്ങനെയാണെങ്കിലും വെട്ടിക്കൊള്ളി, ഞാൻ ഇതൊക്കെ വെട്ടിത്തരാം. ഓ കരച്ചന്റെ പുള്ളിയാണെങ്കിൽ പിന്നെ അവളെ പുള്ളിയും കേക്കണം. കത്തിലിട്ട് ഒറ്റ തേച്ചപ്പോ മീനില്ലാതാവും. ഇത് കനമുള്ളതൊക്കെ ആകുമ്പോഴേ പിച്ചാത്തിട്ടേ വെട്ടാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ മീൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞേ. അപ്പോൾ ചേച്ചി പറഞ്ഞു വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് തരാം, എന്ത് ഇഷ്ടപ്പെടത്തില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അതായത് ഇപ്പം കറിക്കും അല്ലെങ്കിൽ ഫ്രൈക്കും ഒക്കെ ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പത്തിന് എന്നാ മുറിച്ചെടുക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ അവിടെയൊക്കെ ഈ കുറച്ചുകൂടി വലിപ്പമുള്ള നെയ്മീനില്ലേ, ശരിക്കും പറഞ്ഞാൽ അതിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ.
ഇതിപ്പം ഇങ്ങനെ കണ്ടപ്പോഴേക്ക് ഞാൻ പിന്നെ അങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ വന്നത് നിങ്ങളുടെ അവിടെയൊക്കെ നെയ്മീൻ എന്ത് പറയും? ചിലരെ എനിക്ക് തോന്നുന്നു അയക്കൂറ എന്ന് പറയും, പിന്നെ എന്തോ പേര് ഇതിന് മുൻപ് ഞാൻ ഇതുപോലെ ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, ഞാൻ മറന്നുപോയി കേട്ടാ. നമ്മളുടെ ഇവിടെയൊക്കെ നെയ്മീൻ എന്ന് തന്നെയാണ് പറയണത്. പക്ഷെ നെയ്മീനിന് ഭയങ്കര വിലയും കൂടുതലാണ്, ചില സമയം ഭയങ്കര വിലയാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നെയ്മീനിൽ തന്നെ 2-3 ഐറ്റം ഉണ്ട് കേട്ടാ. ഇപ്പം നമ്മൾ ഉപയോഗിക്കണതും ഞങ്ങൾ കേട്ടാ, അതായത് ഉപയോഗിക്കാത്ത ടൈപ്പിലുള്ള നെയ്മീനുണ്ട്. അതിൻ്റെ പുറം ഭയങ്കര ഇങ്ങനെ ഹാർഡായിരിക്കും. അപ്പം ആദ്യമൊന്നും എനിക്ക് അങ്ങനെ തിരിച്ചറിയത്തില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിങ്ങനെ ചുവന്നിട്ടായിരിക്കും ആ മീൻ ഇരിക്കുന്നത്, മാംസമൊക്കെ. ഇപ്പം വാങ്ങിച്ച് എനിക്കറിയാം. കാരണം നമ്മൾ ഇവിടെ കഴിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഇതുപോലെ മിനുസമുള്ള പുറമായിരിക്കും കേട്ടോ. അപ്പം അതിനാണ് വിലയും കൂടുതൽ. അപ്പം ഞാൻ ഇതെല്ലാം ഈ ഫ്രൈക്ക് വേണ്ടിയിട്ട് ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി. ഇവിടെ ആണെങ്കിൽ സൽമാനൊക്കെ മീൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള മീനൊക്കെ ആണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇന്നിപ്പം ഈ ഒരു മീൻ വാങ്ങിയത് കേട്ടോ. ശരിക്കും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നോർമലി പോലെ ഞാൻ എൻ്റെ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഈ ചേച്ചി ഇങ്ങനെ എടുത്ത് വച്ചപ്പം ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങ് ചെയ്തു പോയതാണേ. അതുപോലെ തന്നെ നെയ്മീൻ വെച്ചിട്ട് അച്ചാറും ഉണ്ടാക്കും കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം എന്തായാലും മീനെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇപ്പം കറിക്കും പൊരിക്കാനും ഒക്കെ ആകെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിനിപ്പം ഒന്ന് കഴുകി എടുത്തിട്ട് വേണം വരാനായിട്ടുള്ളത് കണ്ടോ. എനിക്ക് ആവശ്യത്തിനുള്ള രീതിക്ക് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ചിലപ്പോൾ ഈ ചേച്ചി എടുത്ത് പറയുമ്പോഴേ വളരെ തിന്നാക്കി കട്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഇന്നിപ്പം ഞാൻ തന്നെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതേ. നെമ്മീൻ കറിയും അയില വറുത്തത്. അയില കൊണ്ടുവന്നില്ലല്ലോ വറുക്കാൻ. അയില വിചാരിച്ച ഓടുമല്ല. അപ്പോൾ മീനെല്ലാം ഞാനിവിടെ കഴുകിക്കൊണ്ട് വന്നായിരുന്നേ. അപ്പം പൊരിക്കാനുള്ളതിലേക്ക് ഞാൻ മസാല പുരട്ടിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, നല്ല നെയ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വാഴയിലയിൽ നല്ല പൊള്ളിച്ച അതുണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതും കേട്ടോ. പക്ഷെ മീൻ കിട്ടിക്കഴിയുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ധൃതിയും ഒക്കെ കാരണം അതൊന്നും നടക്കാറില്ല. അപ്പം ഇപ്പം ഇങ്ങനെ നടന്നിട്ടില്ല. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ പൊരിക്കാനുള്ള മസാല നമ്മൾ മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പൊക്കെ ചേർത്തിട്ട് ഉള്ള മസാലയാണ് എടുക്കുന്നത്. മസാലയിലും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഈ തിരക്കിൻ്റെ അതായത് സാഹചര്യത്തിനനുസരിച്ചാണ് ഞാൻ ഓരോ കറികളൊക്കെ റെഡിയാക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും മസാല വെട്ടി ഞാൻ അങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണെ. പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പം ഞാൻ മുളക് കറി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. കൊച്ചുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചതച്ചെടുക്കണേ. നമ്മൾ ഈ ചതച്ചിട്ടൊക്കെ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊടികളെന്ന് പറയുന്നത് ഒരു ബൗളിലേക്ക് ഞാൻ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി വയ്ക്കും. ഇത് മാത്രമേ നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി വെക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് അടിച്ചെടുക്കേണ്ടേ കേട്ടോ. അപ്പോൾ തക്കാളി അടിച്ചതും റെഡിയായി വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ചേർക്കരുത്, അപ്പോഴേക്ക് മഴ തുടങ്ങിയിട്ടാ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. തന്നെ ഇരുന്ന് കളിക്കണ കളിയാണ്. എന്തെല്ലാം ആക്ടിവിറ്റീസ് അല്ലേ സനക്കുട്ടി? കണ്ട സനക്കുട്ടിയുടെ പുതിയ കളി. വയ്ക്കേണ്ട ബോർഡ് ഇതായിരിക്കും. സന്നയുടെ പപ്പ എല്ലാം വാങ്ങിച്ചു കൊടുക്കും അല്ലേ കുട്ടി? സനക്കുട്ടി കളിക്കണത് ഇതുപോലെ. അടിപൊളി മുത്തേ. അപ്പോൾ കുടംപുളി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതവിടെ കുതിരാനായിട്ട് വെച്ചേട്ടാ. മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. മീൻകറിയൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ മൺചട്ടിയിൽ ഉണ്ടാക്കണം തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? അപ്പം ഞാൻ ആ ചതച്ചതും കറിവേപ്പിലയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാനേട്ടാ. നമ്മൾ മീൻകറി മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ കലക്കി വെച്ച മുളക് പൊടിയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിലർ ചോദിക്കും മഞ്ഞപ്പൊടി വേണ്ടേന്ന്. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടേ, ഒരു പച്ച ചുവ ഉണ്ടാവുമല്ലോ, ഒന്ന് വഴറ്റി കൊടുക്കാണ് കേട്ടോ.
അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് നല്ലതുപോലെ വഴറ്റും കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് വഴറ്റണത്, തീയം കൂട്ടി കൊടുക്കത്തില്ലേ. അതിന് ശേഷമാണ് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കണം. തക്കാളി ചേർക്കുമ്പോൾ നിങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും അടിക്കുന്നതിൽ ചേർക്കരുത് കേട്ടോ. എന്നിട്ട് ആ തക്കാളിയുടെ ആ ഒരു പച്ചച്ചൊവ പോകണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇത് ഇപ്പോഴും നല്ല ഒരു കുറുക്കുണ്ട്, അതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കിയതാണ്. അപ്പം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊന്നും അത്ര ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവത്തില്ല. നമ്മളിതുപോലെ ഇളക്കി നോക്കി പാകത്തിന് ഉള്ള വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കറി തിളയ്ക്കാതെ നമ്മൾ കഷ്ണങ്ങൾ ഇടാനേ പാടില്ല കേട്ടോ. ഇതാ കറി ഇതുപോലെ നടച്ച് വെച്ച ശേഷം തിളയ്ക്കുമ്പം നമുക്ക് ഇതാ കുടംപുളി ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നെയ്മീൻ മാത്രമല്ല കേട്ടോ, ആവോലി മീൻ, ചൂര, ഇങ്ങനെയൊക്കെ ഉള്ള മീൻ കറികൾ നമ്മൾ അയല ഒക്കെ ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും അപ്പോഴ് ഉണ്ടാക്കി കഴിക്കുന്നതിൽ നിന്നും രുചി കൂടുന്നത് എപ്പോഴെന്നറിയാവോ, ഇത് വെച്ചിട്ട് അനക്കാതെ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇതെടുത്ത് ചൂടാക്കി കഴിക്കണം. പുട്ടോ ഇടിയപ്പോ ഒക്കെ അപ്പമോ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആവണത് കേട്ടോ. അപ്പം ഇതിനിടയിൽ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ചോറൊന്നും ഊറ്റിയെടുക്കണേ കേട്ടോ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊക്കെ ഇത്രയും ചോറ് മതിയോന്ന്. ഇത്രയും മതി തന്നെ കേട്ടോ. ചിലപ്പോൾ ഇതിൽ ഇത്രയും ചോറ് വെച്ചാൽ പോലും ബാക്കി വരും. അപ്പോൾ ഇതാ ചട്ടി തുറന്നു, കറി നല്ല വെട്ടി തിളച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീൻകറിയൊന്നും ഒരുപാട് നേരം അങ്ങ് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും മാത്രമേ ഈ ഒരു രീതിയിലായാൽ മാത്രമേ മീൻകറിക്ക് നല്ല സ്വാദ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മെഴുക്കുവരട്ടിയുടെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ പച്ചമുളകോ സവാളയോ ഒന്നും ചേർക്കത്തില്ല, വെറും കോവയ്ക്ക മാത്രമുള്ളൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് മെഴുക്കുവരട്ടി എന്ന് പറയും. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പം കരിഞ്ഞു അതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ ഒന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ കോവയ്ക്കൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറും കോവയ്ക്ക മോരുകറി മാത്രമാണെങ്കിലും ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാൻ വേണ്ടി ഞാൻ ഒന്ന് മൂടി വെച്ചാണേ. അപ്പോഴേക്കും ഇത് ആകാശത്ത് വീണ്ടും ഞാൻ നോക്കുമ്പോഴേക്കും ചെറുതായിട്ട് വെയിലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. എനിക്ക് ഇങ്ങനെ ഇത് തന്നെയാണ് രസം കേട്ടോ. ഇങ്ങനെ ആകാശം നോക്കുക, വന്ന് നിന്ന് കുക്ക് ചെയ്യുക. എന്തോ ഞാനതിൽ ഭയങ്കര ആനന്ദം കണ്ടെത്തുകയാണ്. എന്നിട്ട് ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെച്ചു. അപ്പം ഇതാ നമ്മൾ കഷ്ണങ്ങളാക്കിയതൊക്കെ മസാല പുരട്ടി വെച്ചിരുന്നതെല്ലാം എണ്ണയിലേക്ക് വെച്ചിട്ട് ഒന്ന് പൊരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലയും കൂടിയൊക്കെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനിതൊന്നും അല്ലാത്ത പാചകങ്ങൾ നമ്മളുടെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്ടിലും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പം ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ ആയാലും എളുപ്പം, എല്ലാവരും അങ്ങനെയാണല്ലോ നോക്കണത്, എളുപ്പം ഏത് കറി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതാ മീൻ റെഡി ആയപ്പോഴേക്ക് പതുക്കെ ഞാൻ അതാ ഒന്ന് മറച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള കറികളെന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി പൊരിച്ച മീനിനോട് എല്ലാവർക്കും ഒരു പ്രിയമാണല്ലോ. പിന്നെ ഏത് മീൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഫ്രഷോടെ, അതായത് അന്ന് കിട്ടുന്നതിൻ്റെ അന്ന് തന്നെ നമ്മളത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കിട്ടും. അതല്ല നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ആ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. അതൊരു വാസ്തവം തന്നെയാണ് കേട്ടോ. എത്രയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ കണ്ടെയ്നറിൽ വെച്ചാലോ എടുക്കാറില്ല. അപ്പോൾ കോവയ്ക്കയും ഇതാ ഇളക്കി റെഡിയാക്കി എടുത്തു. ഇതാ കണ്ട കറക്റ്റ് പരുവാണ്. ഒരുപാട് അങ്ങ് കുഴഞ്ഞ് ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇന്ന് ലഞ്ചിന് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പം ഇതൊന്നും ഇല്ലെങ്കിലും ഒരു ചമ്മന്തിയും നല്ല തൈരും മുളക് ഉടച്ച കറിയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം തന്നെയാണ് അല്ലേ. ആരുടെയാ പോണത്? ചക്രവാവേ നോക്ക്, ബാഗ് നോക്കട്ടെ വാപ്പ, നോക്കട്ടെ ബാഗ്. തിരിഞ്ഞ് നടന്നേ, നല്ല ബാഗ്. അങ്ങോട്ട് നടക്ക്. സനയ്ക്കൊപ്പം നടക്കുകയാണല്ലേ. ഈ ബാഗ് ആര് തന്നതാ? പപ്പ. പൊക്കോ മോള് പോ. ആര് പപ്പയുടെ പോണം.
സനുബി എവിടെ പോണ്? ടാറ്റ പോണല്ലേ? നമ്മള് ടാറ്റ എവിടെ പോണത്? ഓ പപ്പയുടെ കൂടെ വരണേ നിസ്കരിക്കാൻ നേരത്തെ കേട്ടാ. എന്നിട്ട് വേറെ എവിടെയും പോലും കേട്ടാ. വേറെ ആരെങ്കിലും എടുത്തോണ്ടു അവിടെ പപ്പയുടെ അടുത്ത് തന്നെ നിക്കണം കേട്ടാ. അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മൾ ലുലു അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വരേണ്ട മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്ന് സനമോളെ കളിപ്പിക്കുക, കറങ്ങാൻ കൊണ്ടുവരിക, സെക്കൻഡ് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ നടക്കും. ആ ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കുറച്ച് നല്ല അത്യാവശ്യം തിരക്കായതുകൊണ്ട് അങ്ങനെ പുറത്ത് പോകാനായിട്ട് പറ്റിയില്ല സനമോളെ കൊണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇന്ന് ഇവിടെ കൊണ്ടുവരാമെന്ന് എഴുതിയത്. സനമോക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ കാണാം, കുട്ടികൾ നടന്നു പോകണം കാണാം, പിന്നെ ഓരോ കളറും ലൈറ്റും ഇതൊക്കെ കാണുമ്പോൾ സനമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ പറയാണ് താഴെ നിർത്തുന്നുള്ളത്. കയ്യിൽ ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ എസ്കലേറ്റർ കയറിയപ്പോഴത്തേക്ക് പിന്നെ ആരും തൊടണ്ട, സ്വന്തമായിട്ട് കയറണോ എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒക്കെ നടക്കട്ടെ എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളിലും കയ്യിലെടുത്തുകൊണ്ട് നടക്കണ്ട, സനമോക്ക് എന്നെ നടക്കണമെന്ന്. നമ്മളങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തോ അറിയാമല്ലോ, ഇവിടെ ലുലുവിൽ വരുമ്പോഴത്തേക്ക് സ്ഥിരം എന്തെങ്കിലുമൊക്കെ ഇവൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നും എന്തോ ഒരു ഇവൻ്റ് ആയിരുന്നു. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് തീരാറായി. നമ്മൾ നേരെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണല്ലോ സനമോക്ക് കളിക്കാനുള്ളതൊക്കെ ഉള്ളത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സനമോക്കിനെ അറിയാം കേട്ടോ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന്. എന്നെ വലിക്കോണ്ട് കൊണ്ടുപോകായിരുന്നു. എന്നിട്ട് മമ്മയും വിളിക്കുകയായിരുന്നു, മമ്മ ബാ പോവാന്ന് പറഞ്ഞിട്ട്. ഇത്ര നാൾ ആൾ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇവിടുത്തെ റൈഡൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ ഇവിടെ വന്ന് കാർഡ് എടുക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ സ്റ്റാഫ് പുസ്തകങ്ങളുള്ളതുകൊണ്ട് അതും കൂടെ ചേർത്ത് ഒരു പുതിയൊരു കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്താണ്. അപ്പോൾ ഇന്ന് നമുക്ക് സനമോളെ കളിപ്പിക്കുക, അതാണ് നമ്മുടെ മെയിൻ പ്ലാൻ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഇമാലത്തെ നിലയിലാണ് കൊച്ചു പിള്ളേർക്കുള്ളത് ഉള്ളത്. ബട്ടനൊക്കെ നിൽക്കൊക്കെ ട്രെയിൻ ഓടിക്കുന്നത് ഓരോ റൈഡിൽ ഇരുത്തപ്പോൾ ഭയങ്കര ഗമയാണ് കേട്ടോ. ഇരിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര സീരിയസ്നെസ് കളിയുടെ കാര്യത്തിൽ. പക്ഷെ ആൾ ശരിക്കും എൻജോയ് ചെയ്ത് ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് പറയും അടുത്ത എന്ത് വേണമെന്നുള്ളത്. ഇത് ചെയ്യുമ്പോൾ തന്നെ ബാക്കി ഫുഡ് നോക്കുന്നുണ്ട്, അടുത്ത ഇനി ഏതാണ് പോകേണ്ടതെന്നുള്ളത്. എന്നിട്ട് പറയുമ്പോൾ ആദ്യം പോകാമെന്ന് പറയും. കാർ ഓടിക്കണം സനമോള്, അതിലൊക്കെയാണ് ഇഷ്ടം, സന്തോഷമാണ് അതിലാണ്. അത് കറങ്ങും തോന്നുന്നു, മറ്റേ സ്റ്റാർട്ട് പോലെ നിൽക്കുക. ഇതിലൊക്കെ എത്തിയപ്പോൾ ഞാൻ വെച്ച് കരച്ചിലായിരിക്കും, പേടിയായിരിക്കും. ഉള്ളിൽ ആ പേടി ഉണ്ടെങ്കിൽ ഒരു ബലം പിടിച്ചൊക്കെ ഇരുന്നോളൂ. ഇതൊക്കെ എന്തെന്നുള്ള മാറ്റം ഇത് കാണാൻ തന്നെ എനിക്ക് മനസ്സിലായി. ആ മുഖം നോക്കിയേ. എല്ലാം കാണാൻ പോടാ.
മോളെ ചിരിക്കണെങ്ങനെ തന്നെ ചിരിക്കണെങ്ങനെ ടാറ്റാ റോസന സന ടാറ്റാ 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 തന്നെ ചിരിക്കണെങ്ങനെ Thank you, sir. Thank you, sir. Hey, Tenevi, balloon കിട്ടിയാ? ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സനമോള് നല്ല ടയർഡായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇനി വീട്ടിലത്തേക്ക് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെ ലുലു കയറിയാണ്. ഇതുണ്ട് കപ്പലിലെ ക്യാപ്റ്റൻ പോലെ ഒരാൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ആളെല്ലാം ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി സനമൊക്കെ വിശക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തേക്കൊന്ന് വിശപ്പടക്കാനാണ് ഒരു മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പം സനമോക്ക് ഇനി എന്തെങ്കിലും ഫുഡും കൂടെ വാങ്ങിച്ചു കൊടുക്കണം. ഇവിടെ ഫാബിക്കും എനിക്കും വിശപ്പിൻ്റെ വിളിയോ എന്ന് തുടങ്ങി. അപ്പോൾ കരുതി ഇനി ഇത് വണ്ടി കൊണ്ട് വെച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് നേരെ ഫുഡ് കോർട്ടിൽ പോയി ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സനമോക്ക് എന്ത് വന്നാലും ഫ്രഞ്ച് ഫ്രൈസ്, അതാണ് സനമോളുടെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ അതും വാങ്ങിച്ചു കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞില്ല, സനമോളാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. സനമോക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം. കുറേ നാൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2 ആഴ്ച ജോലിയായിട്ട് കുറച്ച് അത്യാവശ്യം തിരക്കായിരുന്നു. അതുകൊണ്ട് പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ശരിക്കും എൻജോയ് ചെയ്തത്. അപ്പോൾ ഒരാഴ്ച അപ്പോൾ സനമോക്ക് അറിയാം, വീക്കെൻഡിൽ എന്നെ വീട്ടിൽ കാണുമ്പോൾ എൻ്റെ അടുത്ത് രാവിലെ തന്നെ വന്ന് തുടങ്ങും ടാറ്റ ടാറ്റ. പക്ഷേ ഇന്നാണ് അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇന്നത്തെ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോയോ റെസിപ്പിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ.